ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയവായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നവംബർ 2, ഒന്നാമത്തെ വായന ഭാഗം 2 ദിനവൃത്താന്തം 31 അധ്യായം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ആലയത്തിൻ്റെ പണി എല്ലാം തീർത്ത് അതിനെ യഥാസ്ഥാനപ്പെടുത്തുകയും അതുപോലെ അവിടെ നടക്കാതിരുന്ന പെസഹ ആചരിക്കുകയും ജനം സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് വരെയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇന്ന് അവർ എല്ലാ ഇസ്രായേൽ നഗരങ്ങളിലേക്ക് ചെന്ന്, യഹൂദ നഗരങ്ങളിലേക്ക് ചെന്ന്, എഫ്രൈമിലും മനശ്ശയിലും ബെന്യാമീനിലും ഉള്ള വിഗ്രഹങ്ങളെ, സ്തംഭവിഗ്രഹങ്ങളെ തകർത്തു. അന്യദേവന്മാരുടെ സ്തംഭവിഗ്രഹങ്ങളെ തകർത്തു. അശേര പ്രതിഷ്ഠകളെ വെട്ടി പൂജാഗിരികളെയും ബലിപീഠങ്ങളെയും ഇടിച്ച് നശിപ്പിച്ചു കളഞ്ഞു. എല്ലാം അവർക്ക് ഇന്ന് അറപ്പുള്ളതായി മാറി. കാരണം അവർ ജീവനുള്ള ദൈവത്തെ കണ്ടെത്തി. അവരത് സന്തോഷത്തിലാണ്. അതുകൊണ്ട് ബാക്കിയൊക്കെയും അത് നിലനിൽക്കാൻ പാടില്ലാത്തതാണെന്നുള്ള തിരിച്ചറിവിൽ യഹോവ എന്ന ദൈവം മാത്രമേ ഈ ദേശത്തുണ്ടാകാവുള്ളൂ എന്ന് അത് തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമാണെന്ന് തിരിച്ചറിയുകയും അങ്ങനെ അന്യദൈവങ്ങളെ തകർക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന പണിയിലാണ് അവർ മുന്നോട്ട് പോയത്. പോയ വഴിയിലൊക്കെയും അവർ തിരികെ പോയ സ്ഥലങ്ങളിലൊക്കെ ഇതൊക്കെയും തകർത്താണ് പോയത്. എന്നിട്ട് അവരെല്ലാവരും അവരവരുടെ വീടുകളിലേക്കും അവകാശങ്ങളിലേക്കും മടങ്ങിപ്പോയി. അതിപ്പോൾ യെഹിസ്കീയാവ് പിന്നെ ചെയ്തത് പുരോഹിതന്മാരെയും ലേവ്യരുടെയും കൂറുകൂറായിട്ട് ഓരോരുത്തരും അവരവരുടെ ജോലിക്കായിട്ട് നിയമിച്ചു. ഹോമയാഗങ്ങൾ, സമാധാനയാഗങ്ങളൊക്കെ കഴിപ്പാനുള്ള ആളുകളെ, അതുപോലെ പാളയത്തിൻ്റെ വാതിൽ കാവൽക്കാരെ, ശുശ്രൂഷ ചെയ്യാനുള്ളവരെ, അതുപോലെ സ്തോത്രം ചെയ്ത് വാഴ്ത്തുവാനും പാടുവാനുമുള്ള ആൾക്കാർ. ഇതൊക്കെ നേരത്തെ ദാവീദിൻ്റെ കാലത്ത് ദാവീദ് ക്രമീകരിച്ചിരുന്നൊരു കാര്യമാണ്. അത് കഴിഞ്ഞ് ആലയം പണിതതിന് ശേഷം ശലോമോൻ ചെയ്തു വന്ന കാര്യമാണ്. അതാണിപ്പം മുടങ്ങിയിരുന്നത്. ഈ കഴിഞ്ഞ രാജാവിൻ്റെ കാലത്ത് ഈ ആലയം പോലും പൂട്ടി ഇട്ടു, ആർക്കും കടക്കാൻ വയ്യാതെ വണ്ണം അത് പൂട്ടിയിടുന്നൊരവസ്ഥ വരെ ഉണ്ടായി. ആ ആലയമാണ് തുറന്ന് ഹിസ്കീയാവ് രാജാവ് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ തക്കവണ്ണം ഉത്സാഹിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ആ രാജാക്കന്മാർ, ദാവീദും ശലോമോൻ രാജാവും ചെയ്ത കാര്യങ്ങളുടെ തുടർച്ച എന്ന് വേണം. അത്രയും കണ്ട് പൂർണ്ണമായി അതുപോലെ ചെയ്തോന്ന് എനിക്കറിയില്ല. എന്നാൽ അതിൻ്റെ ആ തരത്തിലേക്ക് തന്നെ അതിനുള്ള ആൾക്കാരെയൊക്കെ നിയമിക്കുകയും അതൊക്കെ യഥാസ്ഥാനത്താക്കപ്പെടുകയും ചെയ്തു. രാജാവിൻ്റെ വകയിൽ നിന്ന് ഈ ഇവിടുത്തെ യാഗങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കുള്ള ഓഹരിയൊക്കെ നിയമിച്ചു. അവരോട് ജനത്തോട് പുരോഹിതന്മാരും ലേവ്യരും ന്യായപ്രമാണത്തിൽ ഉറ്റിരിക്കേണ്ടതിന് അവരുടെ ഓഹരിയും കൊടുക്കണമല്ലോ. അവരുടെ ഓഹരി അവർക്ക് തൊഴിൽ ചെയ്യാനോ ആടുമാടുകളെ മേച്ച് അതിൻ്റെ ലാഭം ഉണ്ടാക്കാനോ ഒന്നും അവർക്ക് വകുപ്പില്ല. അതെല്ലാം ഇസ്രായേൽ ജനമാണ് കൊടുക്കേണ്ടിയിരുന്നത്. അവർ കൊടുക്കാനുള്ള ഓഹരി കൊടുക്കണം. അതിനുവേണ്ടി കൽപ്പന പ്രസിദ്ധമാക്കി. ഇസ്രായേൽ മക്കളാണെങ്കിൽ ധാന്യം, വീഞ്ഞ്, എണ്ണ, തേന്, വയലിലെ എല്ലാ വിളവും എന്നിവയുടെ ആദ്യഫലം വളരെ കൊണ്ടുവന്നു. ദശാംശം കൊണ്ടുവന്നു, ആദ്യഫലം കൊണ്ടുവന്നു. ഒരു കാളകളിൽ, ആടുകളിലും ഒക്കെ ദശാംശം കൊണ്ടുവന്നു. അതെല്ലാം കൊണ്ടുവന്ന് അവർ 4 മാസത്തോളം, 3-ാം മാസത്തിൽ അവർ തുടങ്ങി 7-ാം മാസം വരെ അവരത് ചെയ്തു. അങ്ങനെ ചെയ്ത സമയത്ത് അത് കഴിഞ്ഞ് യെഹിസ്കീയാവും പ്രഭുക്കന്മാർ വന്ന് കണ്ടപ്പോൾ ഭയങ്കര കൂമ്പാരമായിട്ടത് ചെയ്തിട്ടിരിക്കുന്നതും ആടുമാടുകൾ അനവധിയായിരിക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ ഇത് എന്ത് ചെയ്യണമെന്നുള്ളത് പുരോഹിതന്മാർ ലേവ്യരോടും ചോദിച്ചു. അതിന് സാദോക്ക് ഗൃഹത്തിലെ പുരോഹിതൻ അസരിയ വന്നിട്ട് ജനയ വഴിപാടുകളെ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുവന്ന് തുടങ്ങിയത് മുതൽ ഞങ്ങൾ, അതായത് ലേവ്യരും പുരോഹിതന്മാരും, തിന്ന് തൃപ്തരായി വളരെ ശേഷിപ്പിച്ചുമിരിക്കുന്നു. യഹോവ തന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ ശേഷിച്ച കൂമ്പാരം, അതാകുന്നു ഈ ശേഷിച്ച കൂമ്പാരം എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഹിസ്കീയാവ് ഇപ്പം മിച്ചമുള്ളതാണല്ലോ, അപ്പോൾ അത് സൂക്ഷിക്കണമല്ലോ, കളയാനൊക്കത്തില്ല. അങ്ങനെ ദേവാലയത്തിൽ തന്നെ അറകൾ ഉണ്ടാക്കുവാൻ കൽപ്പിച്ചു. അങ്ങനെ അറകളുണ്ടാക്കി. അപ്പോൾ ഈ ദശാംശങ്ങളും അതുപോലെ തന്നെ ഈ നിവേദിത വസ്തുക്കളും ആദ്യഫലങ്ങളും ഒക്കെ അകത്ത് കൊണ്ട് അറകളിൽ അതിൻ്റെതായ രീതിയിൽ വേറെയൊക്കെ അടുക്കി വെച്ചു. എന്നിട്ട് അതിനെ മേൽവിചാരകന്മാരെയൊക്കെ ആക്കി. അപ്പോൾ അതാണ് നമ്മൾ അതിനകത്ത് വായിക്കുന്ന കാര്യം. പിന്നെ 3 വയസ്സ് മുതൽ മേലോട്ട് വംശാവലിയിൽ ചാർത്തപ്പെട്ടിരുന്ന ആണുങ്ങളായി ഓരോ ദിവസത്തിൻ്റെ ആവശ്യം പോലെ കൂറുകൂറായി താങ്കളുടെ തവണയ്ക്ക് ശുശ്രൂഷയ്ക്കായിട്ട് ആലയത്തിൽ വരുന്നവരെയും പുരോഹിതന്മാരുടെ വംശാവലിയിൽ പിതൃഭവനമായി ചാർത്തപ്പെട്ടവരെയും 20 വയസ്സ് മുതൽ മേലോട്ട് കൂറുകൂറായി താങ്കളുടെ തവണ മുറയ്ക്ക് ചാർത്തപ്പെട്ട ലേവ്യരെയും ഒഴിച്ചിരുന്നു ഈ തൊഴിൽ നിന്ന്. പിന്നെ അവരെല്ലാവരും
സർവ്വസഭയും അവരുടെ എല്ലാ കുഞ്ഞുങ്ങളും ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരുമായി വംശാവലിയിൽ ചാർത്തപ്പെട്ടവരും കൂടി ഓഹരി കൊടുക്കേണ്ടതായിരുന്നു. അവരതിനുള്ള ഓഹരിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളെല്ലാം മാറ്റി ഉദ്യോഗസ്ഥരായി നിയമിച്ചവരെല്ലാം അവരുടെ ഉദ്യോഗങ്ങളിൽ അവർ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചു. അതുപോലെ യെഹിസ്കീയാവ് യഹൂദയിലൊക്കെയും ഇവണ്ണം ചെയ്തു എന്നാണ് നമ്മൾ എഴുതി കാണുന്നത്. തൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നന്മയും ന്യായവും സത്യവുമായുള്ളത് പ്രവർത്തിച്ചു. അങ്ങനെ ഒരു രാജാവ് കഴിഞ്ഞ കാലങ്ങളിലൊന്നും ആ യഹൂദയിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ കാണുന്നത് വടക്കേ രാജ്യമായ ഇസ്രായേലിലും രാജാവില്ലാത്തൊരവസ്ഥയും അവിടെയും ചില നന്മകൾ ചെയ്യാൻ തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ മനസ്സ് ഉദ്യമിച്ചു കൊണ്ടിരുന്നു. അതിൻ്റെ ഒരു പ്രവൃത്തിയിൽ ആദ്യത്തെ ഇതാണ് അവിടെയൊക്കെയും ഈ പെസഹ ആചരിക്കുന്നതിനെ സംബന്ധിച്ച് അറിയിപ്പ് കൊടുക്കുകയും അവരെയും കൂടെ കൂട്ടി വരുത്തിക്കൊണ്ട് ഈ പെസഹ ആചരിപ്പാൻ തക്കവണ്ണം ഇടയായതും. തുടർന്നും പല കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടാകണം. അങ്ങനെ തൻ്റെ ദൈവത്തെ അന്വേഷിക്കേണ്ടതിന് ആരംഭിച്ച സകല പ്രവൃത്തിയിലും പൂർണ്ണ ഹൃദയത്തോടെ പ്രവർത്തിച്ച് കൃതാർത്ഥനായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം അങ്ങനെ കൃതാർത്ഥനായിരുന്ന താൻ ആഗ്രഹിച്ച പോലെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയും തയ്യാറാവുകയും ഇടയാവുകയും പ്രവർത്തിക്കുകയും ദൈവം അത് കണ്ട് സന്തോഷിക്കുകയും ചെയ്ത അപ്പോഴേ കൃതാർത്ഥത പൂർണ്ണതയിലാവുക. ദൈവത്തിന് ഇത് പ്രസാദകരമാകണം. അങ്ങനെ ദൈവത്തിന് പ്രസാദകരമായ ഒരു രാജാവായി ഇരിക്കുവാൻ ഇടയായി. എന്നാൽ പൂർണ്ണമായും അന്ത്യകാലം വരെയും അദ്ദേഹത്തിന് അങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ അടുത്ത അധ്യായത്തിൽ വായിക്കും. എന്നാൽ ഈ അധ്യായം വരെയും ഹിസ്കീയാ രാജാവിനെ സംബന്ധിച്ച് നല്ലതേ പറയാനുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. രണ്ടാമത്തെ വായനാഭാഗം ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ വായിച്ചു വരുന്നതിൻ്റെ തുടർച്ചയാണിത് ഈ അധ്യായത്തിലുള്ളത്. അത് പാഴ്സി രാജാവായ കോരശിൻ്റെ 3-ാം ആണ്ടിൽ ദാനിയേലിൻ്റെ മുമ്പിൽ വെളിപ്പെട്ട കാര്യം. അത് ഹിദക്കേൽ എന്ന മഹാനദിയുടെ തീരത്ത് ഇരിക്കുമ്പോൾ കണ്ട കാര്യമാണ്. ശണവസ്ത്രം ധരിച്ച് ഊഫാസ് തങ്കം കൊണ്ടുള്ള കച്ച കെട്ടി ദേഹം ഗോമേതകം പോലെയും മുഖം മിന്നൽ പ്രകാശം പോലെയും കണ്ണ് തീപ്പന്തം പോലെയും ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമ്രത്തിൻ്റെ വർണ്ണ പോലെയും ഉള്ളൊരു പുരുഷനെ കാണുകയും ആ പുരുഷൻ്റെ ശബ്ദം പുരുഷാരത്തിൻ്റെ ശബ്ദം പോലെയും ഒക്കെ ആയിരുന്ന ഒരാൾ തൻ്റെ മുമ്പിൽ വരികയും ബോധം കെട്ട് വീഴുകയും ഒക്കെ ചെയ്യുന്ന കാര്യം, വീണ്ടും ബോധം കെട്ട് വീഴുകയും പിന്നെ അദ്ദേഹം സംസാരിച്ചു തുടങ്ങുന്ന കാര്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്നലെ വായിച്ചു നിർത്തിയത്. ഇന്ന് നമ്മൾ വായിക്കുന്നത് ആ വന്ന പുരുഷൻ ഇദ്ദേഹത്തോട് സംസാരിക്കുന്നതാണ്. അപ്പം ഞാൻ നിന്നോട് സത്യം അറിയിക്കാം. ഈ സത്യം പറയാനാണല്ലോ വന്നത്. സത്യം എന്തായാലും കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞില്ല, അത് പറയാൻ പോകുന്നതേ ഉള്ളൂ. പാഴ്സി ദേശത്ത് ഇനി 3 രാജാക്കന്മാർ എഴുന്നേൽക്കും. 4-മത്തവൻ എല്ലാവരിലും അധികം ധനവാനായിരിക്കും. അവൻ ധനം കൊണ്ട് ശക്തിപ്പെട്ടു വരുമ്പോൾ എല്ലാവരെയും യവന രാജ്യത്തിന് ഗ്രീക്കിന് നേരെ ഉദ്യോഗിപ്പിക്കും. പിന്നെ വിക്രമനായൊരു രാജാവ് എഴുന്നേൽക്കും. അവൻ വലിയ അധികാരത്തോടെ ഇഷ്ടം പോലെ പ്രവർത്തിക്കും. അവൻ നിൽക്കുമ്പോൾ തന്നെ, അതായത് അവൻ്റെ രാജ്യത്വം അല്ലെങ്കിൽ അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ്റെ രാജ്യം തകർന്ന് അത് 4 ഭാഗമായിട്ട് മാറും. ആകാശത്തിലെ 4 കാറ്റിലേക്കും ഭേദിച്ചു പോകും. അപ്പോൾ 4 രാജ്യമായി അല്ലെങ്കിൽ 4 അധികാരമായി അത് മാറും. അത് അവൻ വാണിരുന്ന അധികാരം പോലെയുമല്ല, അവൻ്റെ രാജ്യത്വം നിർമൂലമായി അവർക്കല്ല അന്യർക്ക് അധീനമാകും. അവൻ്റെ മക്കൾക്കല്ല, മറിച്ച് അത് അന്യർക്ക് ആണ് ആ രാജ്യം അധീനമാകുന്നത്. എന്നിട്ട് അവിടെ ബാക്കി അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. പിന്നെ ദേവന്മാരെയും ബിംബങ്ങളെയും വെള്ളിയും പൊന്നും കൊണ്ടുള്ള മനോഹര വസ്തുക്കളെ എടുത്ത് മിസ്രൈമിലേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ശ്രേഷ്ഠ ജനത്തിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട്. എന്നാൽ വടക്കേ ദേശത്തിലെ രാജാവ് വന്ന് വാടക ഒരു ഉറപ്പുള്ള പട്ടണങ്ങളെ പിടിക്കും. തെക്കേ പടക്കൂട്ടങ്ങൾ അവൻ്റെ ശ്രേഷ്ഠ ജനവും ഉറച്ചു നിൽക്കുകയില്ല. ഉറച്ചു നിൽപ്പാൻ അവർക്ക് ശക്തി ഉണ്ടാകുകയില്ല. അവൻ്റെ നേരെ വരുന്നവൻ ഇഷ്ടം പോലെ പ്രവർത്തിക്കും. ആരും അവൻ്റെ മുമ്പാകെ നിൽക്കുകയില്ല. അവൻ മനോഹര ദേശത്ത് നിൽക്കും. ഇതിൻ്റെ തുടർച്ചയായിട്ട് വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ ഈ രാജാക്കന്മാർ ഇരുവരും ദുഷ്ടത പ്രവർത്തിപ്പാൻ ഭാവിച്ചും കൊണ്ട് ഒരേ മേശയെങ്കിൽ വെച്ച് ഭോഷ്ക് സംസാരിക്കും. എങ്കിലും അവർക്ക് സാധിക്കില്ല. അപ്പോൾ അവസാനത്തെക്കുറിച്ച് പറയണം. അവസാനം ആ സമയത്തെങ്ങും അല്ല. അതിൻ്റെ അവസാനം ദൈവം നിശ്ചയിച്ച സമയത്ത് മാത്രമേ, നിയമിക്കപ്പെട്ട സമയത്ത് മാത്രമേ അവസാനം വരികയുള്ളൂ. അപ്പോൾ അവസാനത്തെ സംബന്ധിച്ച് നമ്മൾ
പുസ്തകത്തിൽ ചില സ്ഥലങ്ങളിലൊക്കെ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലേക്ക് ഒക്കെ ഈ അവസാനം എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ അവസാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവസാനമല്ല, അത് മറ്റൊന്നിൻ്റെ ആരംഭമാണ്. അപ്പോൾ പലരും ലോകത്ത് നമ്മൾ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി കേൾക്കുന്നത് ലോകം അവസാനിക്കും, പിന്നെ ഇതൊന്നുമില്ല, മനുഷ്യരില്ല, ജീവജാലങ്ങളില്ല, ഭൂമിയില്ല, ഇങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷെ നമ്മൾ ബൈബിളിൽ പഠിക്കുമ്പോൾ ബൈബിളിൻ്റെ അവസാനം എന്ന് നമ്മൾ പലയിടത്തും വായിക്കുന്നുണ്ട്. പക്ഷേ അവസാനം തന്നെയാണ്. പക്ഷേ അത് ഇന്ന് നിലനിൽക്കുന്ന കാര്യങ്ങളുടെ അവസാനവും മറ്റൊന്നിൻ്റെ തുടക്കവുമാണ്. പാത്രത്തിൽ വേണം നമ്മളതിനെ കാണാൻ. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറയുന്നത് അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ, അവൻ അയച്ച സൈന്യങ്ങൾ അണിനിരന്ന് വിശുദ്ധ മന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കി നിരന്തര ഹോമം നിർത്തൽ ചെയ്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ പ്രവചനം ഇവിടെ എഴുതപ്പെട്ടുവെങ്കിലും, അല്ലെങ്കിൽ ഈ വരാനിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് ദാനിയേൽ പ്രവാചകനോട് ഈ പുരുഷൻ സംസാരിച്ചുവെങ്കിലും, ഇത് നമ്മൾ വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം എഴുതുന്ന കാലത്ത് പോലും അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിന് തെളിവാണ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ എന്ന് പറഞ്ഞവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് മത്തായിയുടെ സുവിശേഷം എഴുതുന്ന കാലത്തും സംഭവിച്ചിട്ടില്ല. എന്നാൽ അതിനുശേഷം ആ നൂറ്റാണ്ടിൽ തന്നെ അത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അത് അന്ത്യോക്യോസിൻ്റെ കാലത്ത് ഒക്കെയാണത് ജഡാവതാരമെടുത്ത ദൈവം എന്നൊക്കെയും പറഞ്ഞുകൊണ്ട് അത് സംഭവിക്കുന്നുണ്ട്. അപ്പം ഒരു മനുഷ്യൻ ദൈവമായി തന്നെത്താൻ പ്രതിഷ്ഠിക്കുകയും അവിടെ വന്ന് ഒക്കെയും ആ ഹോമയാഗങ്ങളൊക്കെ നിർത്തൽ ചെയ്യുന്നതും ആ ദേവാലയത്തിൻ്റെ കാര്യങ്ങളെ അശുദ്ധമാക്കുകയും ചെയ്യുന്ന കാര്യത്തെ സംബന്ധിച്ചാണ്. അത് ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ ഇന്ന് വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷകാലം വരെ നടന്നിട്ടില്ല. പിന്നീട് പക്ഷേ അത് നടന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നത്, ദാനിയേൽ പ്രവചനത്തിൽ വായിക്കുന്നത്, വിശുദ്ധ മന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കി നിരന്തര ഹോമം നിർത്തൽ ചെയ്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കും. നമ്മുടെ ഈ യെരൂശലേം ദേവാലയത്തിൽ അത് സംഭവിക്കുമെന്നാണ്. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ജനത്തിൽ ബുദ്ധിമാന്മാരായവർ പലർക്കും ബോധം വരുത്തും. എങ്കിലും കുറേ കാലത്തേക്ക് അവർ വാൾ കൊണ്ടും തീ കൊണ്ടും പ്രവാസം കൊണ്ടും കവർച്ച കൊണ്ടും വീണുകൊണ്ടിരിക്കും. അതിനുശേഷം സംഭവിച്ചതാണ്. പിന്നീട് അവർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ചിതറിപ്പോകുന്നതും ഒക്കെ നമ്മൾ കാണാം. അവർ അല്പസഹായത്താൽ രക്ഷപ്രാപിക്കും. പലരും കപടഭാവത്തോടുകൂടെ അവരോട് ചേർന്നുകൊള്ളും. എന്നാൽ അന്ത്യകാലം വരെ അവരിൽ പരിശോധനയും ശുദ്ധീകരണവും നിർമ്മലീകരണവും സാധിക്കേണ്ടതിന് ബുദ്ധിമാന്മാരിൽ ചിലർ വീഴും. നിശ്ചയിക്കപ്പെട്ട കാലത്ത് മാത്രം അന്തം വരും. ഇന്ന് നമ്മൾ കാണുന്നത് ഏകദേശം 2000 വർഷത്തോളം രാജ്യം പോലും ഇല്ലാതിരുന്ന ജനം, ചിതറിപ്പോയ ജനം മടങ്ങി ഇസ്രായേൽ വന്നു. എല്ലാവരും മടങ്ങി വന്നല്ല, മടങ്ങി വരാനുള്ളൊരു സാഹചര്യമുണ്ടായി. മടങ്ങി വരാൻ ആഗ്രഹിച്ചവരൊക്കെ മടങ്ങി ഇസ്രായേൽ വരികയും ചെയ്തു. അവിടെയും കാര്യങ്ങൾ തീരുന്നില്ല. ഇനിയും അന്ത്യത്തിലേക്ക് പോകേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അവസാനത്തിലേക്ക് പോകേണ്ട കാര്യങ്ങളുടെ തുടർച്ചയായ കാര്യങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിനെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ വെളിപ്പാടുകളാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ് ഈ പുസ്തകത്തിൽ നമ്മൾ പല സ്ഥലങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ അവസാനം നമ്മൾ വായിക്കുമ്പം, അവൻ ദേശങ്ങളുടെ നേരെ കൈനീട്ടും, മിസ്രയീം ദേശവും ഒഴിഞ്ഞു പോകുകയില്ല. അവൻ പൊന്നും വെള്ളിയുമായ നിക്ഷേപങ്ങളെയും മിസ്രയീമിലെ മനോഹര വസ്തുക്കളെയും കൈവശമാക്കും. ലൂബ്യരും കൂശ്യരും അവൻ്റെ അനുചാരികളായിരിക്കും. എന്നാൽ കിഴക്കു നിന്നും വടക്കു നിന്നുമുള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാകും. അങ്ങനെ അവൻ പലരെയും നശിപ്പിച്ച് നിർമൂലനാശം വരുത്തേണ്ടതിന് മഹാക്രോധത്തോടെ പുറപ്പെടും. പിന്നെ അവൻ സമുദ്രത്തിനും മഹത്വമുള്ള വിശുദ്ധ പർവ്വതത്തിനും മധ്യ മണിപ്പന്തലിടും. അവിടെ അവൻ അന്തരിക്കും, ആരും അവനെ രക്ഷിക്കുകയില്ല. അപ്പോൾ ഇത് ആണ് വരാനിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് പറയുന്നത്. 2 പത്രോസ് 1-ാം അധ്യായത്തിൽ നമ്മൾ ഈ മണിപ്പന്തലിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതും ഒക്കെയും പ്രവചനമായി തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇത് ഇനി സംഭവിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൂർണ്ണമായും ഇങ്ങനെയാണ്, കൃത്യമായി ഇത് ഇങ്ങനെയാണെന്ന് പറയാനൊന്നും നമുക്ക് ആയിട്ടില്ല. എന്നാൽ ഇതൊക്കെയും ഭാവിയിൽ സംഭവിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ദാനിയേൽ പ്രവാചകന്റെ കാലത്ത് പറഞ്ഞ കാര്യം ഇന്ന് മത്തായിയുടെ കാലത്തോ യേശുക്രിസ്തുവിൻ്റെ കാലത്തോ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് സംഭവിച്ചേയില്ല, അതിനുശേഷമാണ് സംഭവിക്കുന്നത്. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾ ഇപ്പോഴും സംഭവിക്കാത്ത കാര്യങ്ങൾ സംബന്ധിച്ച് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നടക്കുമെന്നുള്ളതിനൊരു തെളിവാണ് ഈ പ്രവചനം തന്നെ, ഇപ്പം നമ്മൾ വായിച്ച പ്രവചനം തന്നെ 1-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചു എന്നുള്ളത്.
അതങ്ങനെ തന്നെ സംഭവിച്ചു, ഒരു വ്യത്യാസമില്ലാതെ സംഭവിച്ചു. അത് സംഭവിച്ചുവെങ്കിൽ ബാക്കി പ്രവചനങ്ങളും സംഭവിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ബൈബിൾ പഠിക്കുന്ന, ബൈബിൾ വായിക്കുന്ന, വിശ്വസിക്കുന്ന ആളുകൾക്ക് ഉള്ള ഉറപ്പ്. ഈ ഉറപ്പിലാണ് ദൈവമക്കൾ, ദൈവവിശ്വാസികൾ മുന്നോട്ട് തങ്ങളുടെ വിശ്വാസ ജീവിതം ത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ വായനാ ഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 11-12 അധ്യായങ്ങൾ. 11-ാം അധ്യായത്തിൽ പത്രോസ് യെരുശലേമിലേക്ക് വന്നപ്പോഴത്തേക്ക് മുമ്പ് പത്രോസ് കൊർന്നല്യോസിൻ്റെ വിഷയത്തിൽ, കൊർന്നല്യോസ് പത്രോസിനെ വരുത്തി വചനം കേൾക്കാൻ ദൈവം പറഞ്ഞതും, പത്രോസിനോട് 3 പുരുഷന്മാർ വീട്ടിൽ വന്നിട്ടുണ്ട്, അവരുടെ കൂടെ നീ പോകാം എന്ന് പറഞ്ഞതും, അവിടെ ചെല്ലുമ്പോൾ അവരെല്ലാവരും സുവിശേഷം കേൾക്കാൻ വളരെ താല്പര്യത്തോടെ ഇരിക്കുകയും അവരെല്ലാവരും അവർക്കെല്ലാവർക്കും ദൈവം നമുക്ക് തന്നപോലെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ നമുക്ക് തന്നപോലെ പരിശുദ്ധാത്മാവിനെ ദൈവം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും? അവരെ സ്നാനപ്പെടുത്താതിരിക്കാൻ ഒക്കുമോ? അപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ ഇതെല്ലാം ആദ്യം ഇവർ പിണങ്ങിയെങ്കിലും നീ ജാതികളോടുകൂടെ പോയി ആഹാരം കഴിച്ചു, അല്ലെങ്കിൽ ജാതികളുടെ ഇടയിൽ അവരുമായിട്ട് സഹകരിച്ചു എന്ന് പറഞ്ഞിട്ട് ആണ് ഈ ശേഷം അപ്പോസ്തലന്മാരൊക്കെ പത്രോസിനെ എതിർത്തു. പക്ഷേ പത്രോസ് കാര്യമെല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് അവർ സൗമ്യമായി. ആകയാൽ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ അവർക്കും ദൈവം കൊടുത്തുവെങ്കിൽ ദൈവത്തെ തടുപ്പാൻ തക്കവണ്ണം ഞാനാര്? അവരത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു. അങ്ങനെയായാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകുകയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ അത് തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്തത്. അവർ തെറ്റ് തിരുത്തി എന്നുള്ളതാണ്. ശേഷം ഈ സ്തെഫാനോസ് കൊല ചെയ്യപ്പെട്ടപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ വായിച്ചല്ലോ, ശിഷ്യന്മാർ അല്ലെങ്കിൽ വിശ്വാസികൾ ചിതറിപ്പോയി, സുവിശേഷം അറിയിക്കുന്നവർക്ക് ചിതറിപ്പോയിട്ട് അവർ യഹൂദന്മാരോട് മാത്രമേ വചനം സംസാരിച്ചു. എന്നിട്ട് ഫൊയ്നീക്കിയ, കുപ്രോസ്, അന്തോക്കിയ എന്ന പ്രദേശങ്ങളിലൊക്കെ പോയി അവിടെ കുറേ ആൾക്കാരോടൊക്കെ അവിടെയൊക്കെ സുവിശേഷം പറഞ്ഞു. എന്നിട്ട് അന്ത്യോക്യയിലെത്തിയപ്പം ഗ്രീക്ക് ആൾക്കാർ, യവനന്മാരോടും ഗ്രീക്കരോടും കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. അവിടെ ഒരു വലിയ കൂട്ടം അന്ത്യോക്യയിൽ അവർ വിശ്വസിച്ചു, ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ വിവരം യെരുശലേമിൽ അറിഞ്ഞപ്പോൾ ബർന്നബാസിനെ അന്ത്യോക്യ വിളിച്ചെന്ന് പറഞ്ഞയച്ചു. അവിടുത്തെ ദൈവകൃപ കണ്ട് ബർന്നബാസിന് വളരെ സന്തോഷമായി. അപ്പോൾ ഈ അന്ത്യോക്യയിൽ വെച്ചാണ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്ക് ആദ്യമായിട്ട് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടാകുന്നത്. അന്നു മുതലാണ് ക്രിസ്ത്യാനികൾ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. 12-ാം അധ്യായത്തിൽ യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ ഈ ഹെരോദാവ് പിടിച്ച് കൊന്നു. അപ്പം അത് യഹൂദന്മാർക്ക് വളരെ പ്രസിദ്ധമായി എന്ന് കണ്ടപ്പം ഒരു പത്രോസിനെ പിടിച്ച് 2 പടയാളികളെ നടുവിൽ തടവിലാക്കിയിരിക്കുകയാണ്. എന്നാൽ ദൈവസഭ പത്രോസിന് വേണ്ടി വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ രാത്രി പത്രോസിൻ്റെ അടുത്ത് ദൂതൻ വന്നു. ദൂതൻ പത്രോസിനോട് തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, വേഗം ചെരുപ്പിട്ട് എൻ്റെ ഇവിടെ ഇറങ്ങാൻ പറഞ്ഞു. പക്ഷെ എന്ത് സംഭവിക്കുന്നെന്ന് അപ്പോഴൊന്നും പത്രോസിനൊന്നും മനസ്സിലായില്ല. പത്രോസ് സ്വപ്നം കാണുന്ന പോലെ എഴുന്നേറ്റ് കാലിൽ ചെരുപ്പൊക്കെ ഇട്ട് പതുക്കെ നടന്ന് ഇറങ്ങി വെളി വന്നു. തന്നെ വാതിലൊക്കെ തുറന്നു. അങ്ങനെയാണ് തെരുവ് കടന്ന്. അപ്പോൾ ഈ വിശ്വാസികളൊക്കെ കൂടിയിരിക്കുന്ന ഭവനത്തിലെത്തി. അവരവിടെ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചെന്ന് വാതിൽക്കെ തട്ടി. രോധ എന്നൊരു കൊച്ചു വന്ന് നോക്കി. പെൺകുട്ടി നോക്കിയപ്പോഴത്തേക്ക് പത്രോസിനെ കണ്ടിട്ട് അവൾ ഓടിപ്പോയി അകത്ത് പോയി പറയാൻ പോയി. അവരെല്ലാവരും പറഞ്ഞു, ചുമ്മാ നിനക്ക് തോന്നിയതായിരിക്കും. കാരാഗ്രഹത്തിൽ കിടക്കുന്ന പത്രോസ് എങ്ങനെയാണ് പുറത്തു വരുന്നത്? ചെന്ന് നോക്കിയപ്പോൾ അത് പത്രോസായിരുന്നു. അങ്ങനെ അവർ വീട്ടിനകത്ത് കയറ്റി അവരെല്ലാവരും വീടടങ്കം അവിടെ ഇരുന്ന സഹോദരങ്ങളെല്ലാം ഒരു ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നിട്ട് അവന് അവിടുന്ന് പിന്നെ കൈസരിക്ക് പോയി. അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇവിടെ ദൈവം
യേശുക്രിസ്തുവിനോട് കൂടി ഇരുന്ന് ചെയ്ത അത്ഭുത പ്രവൃത്തികൾ അതുപോലെയോ അതിലധികമായോ ഇന്ന് യേശുക്രിസ്തുവിൻ ശിഷ്യന്മാരോട് അപ്പോസ്തലന്മാരോട് കൂടി ഇരുന്ന് ദൈവം ചെയ്യുകയാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന ആളുകൾക്ക് മഹത്വം ഉണ്ടാകാനല്ല, മറിച്ച് അതിലൂടെ ഒരു ദൈവപ്രവൃത്തി വെളിവായി അതിന് ഒരു പർപ്പസുണ്ട്. ആ പർപ്പസ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ്. അപ്പം അത് ദൈവം ചെയ്യുകയും ചെയ്യും. ഭംഗിയായി അത് ചെയ്തു തീർക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ 3 വേദഭാഗങ്ങൾ ഇന്നത്തേക്കായിട്ടുള്ളത് ഇവിടെ അവസാനിക്കുകയാണ്. അതിൻ്റെ ചെറുവിവരണം അനുഗ്രഹിക്കപ്പെട്ട ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും എൻ്റെ സംസാരത്തിലോ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ അധികമായി നിറയ്ക്കാൻ കഴിയുന്ന ദൈവകരങ്ങളിലേക്ക് താങ്കളെ ഞാൻ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സഹായം കൂടെ ഉണ്ടാകും. ദൈവം കൂടുതലായി കാര്യങ്ങൾ മനസ്സിലാക്കി തരും. പ്രാർത്ഥനയോടെ ആയിരിക്കുക. നന്ദി.